ടൈൽ ഒട്ടിക്കാനുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് ഈ ഒരു മിക്സറിന്റെ ഉള്ളിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോപ്പർ ബ്ലേഡ്സും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് 6 സൈലോ വരുന്നുണ്ട്. 40 ടൺ കപ്പാസിറ്റിയാണ്. F0 എന്നുള്ള ബാംഗ്ലൂർ ആണ് കേട്ടോ. ബാംഗ്ലൂർ ഹാരോഹള്ളി ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ളത്. ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ കാണല്ലേ ടൈലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായിട്ടൊരു ഗമ്മ്. ഇന്ന് അത് വെച്ചിട്ടാണ് എല്ലാവരും ടൈലൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്, ആൽഫാകൈൻഡ് കൺസ്ട്രക്ഷൻ കെമിക്കൽ എന്ന് പറയുന്ന ഒരു കമ്പനി. എങ്ങനെയാണ് ഈ ഒരു ഗമ്മ് ചെയ്തെടുക്കുന്നത് ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാന്റിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇവിടെ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ടൈലൊട്ടിക്കാനുള്ളത് മാത്രമല്ല, ഒത്തിരി പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ ഈ ഒരു കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈൽ ഒട്ടിക്കാനുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് സാൻഡ്, സിമെന്റ്, എഡിറ്റീവ്സ് ആണ്. കൃത്യമായിട്ടുള്ള ഒരു മിക്സിങ്ങിൽ കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള സാൻഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ട്രക്കിലേക്ക് ഇവിടെ സാൻഡ് വന്നു. സാൻഡ് വന്നതിന് ശേഷം ആദ്യം ഇത് സാൻഡ് പിറ്റിലേക്കാണ് ഇത് അൺലോഡ് ചെയ്യുന്നത്. ഈ സാൻഡ് പിറ്റിലേക്ക് കൊടുക്കുന്ന സാൻഡിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാൻഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് സെപ്പറേറ്റർ അതേപോലെ സീവ് ഷേക്കേഴ്സ് ഒക്കെ വഴിയാണ് ഈ ഒരു സാൻഡിനെ കടത്തിവിടുന്നത്. ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം വരുന്ന ഈ ഒരു സാൻഡിനെ ഒരു ബക്കറ്റ് എലിവേറ്റർ വഴി ഈ കമ്പനിയുടെ ഏറ്റവും ടോപ്പിലേക്കുള്ള ഒരു സൈലോയിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് 6 സൈലോ വരുന്നുണ്ട്. 40 ടൺ കപ്പാസിറ്റിയാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഓരോ സൈലോ വരുന്നത്. ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഈ 6 സൈലോന്ന് 3 സൈലോയിലേക്ക് നമ്മൾ ഈ അരിച്ചെടുത്ത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റിയിട്ടുള്ള സാൻഡുകളെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബാക്കി വരുന്ന 3 സൈലോയിലേക്ക് സിമെന്റിനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടതുപോലെ തന്നെ താഴെ സിമെന്റ് കൊടുക്കുന്നു. അതിനുശേഷം ന്യൂമാറ്റിക് കൺവെയർ വഴി നിങ്ങൾ ഈ കാണുന്ന ഈ പൈപ്പ് വഴിയാണ് ഇതിനെ വലിച്ച് ന്യൂമാറ്റിക് സിസ്റ്റം വഴി വലിച്ച് മുകളിലുള്ള ഈ ഒരു സൈലോയിലേക്ക് മാറ്റുന്നത്. ഈ സൈലോയുടെ തൊട്ട് താഴെയായിട്ട് ഒരു വെയിങ് ഹോപ്പർ വരുന്നുണ്ട്. ഈ വെയിങ് ഹോപ്പറിലേക്കാണ് ഈ ഒരു സാൻഡും സിമെന്റും ഇനി മാറ്റാൻ പോകുന്നത്. ഈ വെയിങ് ഹോപ്പറിലേക്ക് ഈ സിമെന്റിനും സാൻഡിനെയും മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന സ്ക്രൂ കൺവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രൂ കൺവേഴ്സ് വഴിയാണ് കൃത്യമായിട്ടുള്ള അളവിലേക്ക് ഈ ഒരു വെയിങ് ഹോപ്പറിലേക്ക് ഈ സിമെന്റിനും സാൻഡിനെയും മാറ്റുന്നത്. ഈ ഒരു ടൈൽ ഗമ്മിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് നമ്മൾ ഈ കണ്ട സിമെന്റോ സാൻഡോ മാത്രമല്ല, ഇതിൽ പ്രത്യേകമായിട്ട് ചേർക്കുന്ന അഡിറ്റീവ്സ് വരുന്നുണ്ട്. ആ ഒരു അഡിറ്റീവ്സ് ആണ് ശരിക്കും ഇതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ വെയിങ് ഹോപ്പറിന്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത ഒരു ഫ്ലോറിലായിട്ട് വരുന്നത് ഒരു പ്ലോഷ്യർ മിക്സർ വരുന്നുണ്ട്. ഈ ഒരു മിക്സറിൽ വെച്ചിട്ടാണ് ഇതിനെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ഉള്ളിലായിട്ട് ട്വിൻ ബ്ലേഡ്സ് ആണ് ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2 സൈഡിലേക്കായിട്ട് മിക്സിംഗ് നടക്കുന്നു, താഴെയും മുകളിലായിട്ട് മിക്സിംഗ് നടക്കുന്നു. ഈ മിക്സറിന്റെ പുറകിലായിട്ട് 2 ഹൈ സ്പീഡ് ചോപ്പർ ബ്ലേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഫൈബേഴ്സ് വരുന്നുണ്ട്. ഈ ഫൈബേഴ്സിന് കൃത്യമായിട്ടുള്ള സെപ്പറേഷൻസ് നടന്നിട്ടുള്ള ആ മിക്സിങ് കറക്റ്റായിട്ട് ഈ ഒരു മിക്സറിന്റെ ഉള്ളിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോപ്പർ ബ്ലേഡ്സും കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നേരെ പോകുന്നത് പാക്കിംഗ് സെക്ഷനിലേക്കാണ്. പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ലാബ് ടെസ്റ്റ് നടക്കാനുണ്ട്. ഇങ്ങനെ ഇവിടുന്ന് കളക്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു സാമ്പിൾസ് ഈ കമ്പനിയിലെ ലാബിലേക്കാണ് പിന്നെ ഇതിനെ മാറ്റുന്നത്. ലാബിലേക്ക് മാറ്റിയുള്ള ഈ സാമ്പിൾസ് പല ടെസ്റ്റുകൾ കൂടിയാണ് പിന്നെ ഇത് കടന്നു പോകുന്നത്. അതിൽ വെള്ളം ചേർത്തിട്ടും ചേർക്കാതെയും ഒക്കെ ആയിട്ട് പല രീതിയിൽ ടെസ്റ്റുകളാണ് ഈ ഒരു ലാബിലൂടെ നടക്കുന്നത്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പുറത്തേക്ക് വന്ന് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഈ ലാബിൽ നിന്ന് ഈ പ്രോഡക്റ്റ് പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ ഈ കമ്പനിയിൽ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റുകളൊക്കെ ഇവിടെ നടക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് വന്നു, അത് ഫെയിലായി കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രമാത്രം പ്രോഡക്റ്റുകളാണ് പുറത്തേക്ക് ഓരോ സമയം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ബാച്ച് വൈസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന സിമെന്റ്, സാൻഡ്, എഡിറ്റീവ്സ് ഒക്കെ വളരെ കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, പാസ്സായതിനു ശേഷം ഈ ഒരു മിക്സറിന് നേരെ താഴെയുള്ള പാക്കിംഗ് സെക്ഷനിലേക്കാണ് പിന്നെ ഇതിനെ മാറ്റുന്നത്. ഈ ഒരു പ്രോസസ്സൊക്കെ നടക്കുന്നതിനിടയിലായിട്ട് ഒത്തിരി ഡസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഡസ്റ്റൊക്കെ ഈ പൊടികളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വലിയ ഒരു ടാങ്ക് മറ്റൊരു ഭാഗത്ത് വരുന്നുണ്ട്. ഒരു കാരണവശാലും ഈ പൊടികൾ, ഈ ഡസ്റ്റ് ഒന്നും ഒരിക്കലും കമ്പനിയുടെ ഉൾവശത്തേക്ക് വരുന്നില്ല. ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാക്കിംഗ് സെക്ഷനിലേക്ക് വന്നതിന് ശേഷം
ആദ്യം ഇവിടെ കൃത്യമായിട്ടുള്ള വേയിങ് ആണ് നടക്കുന്നത്. എത്ര അളവിലാണോ ഇവിടെ ഒരു ബാഗ് ആവശ്യമുള്ളത്, 20 കിലോ ആണോ 40 കിലോ ആണോ, അതിനനുസരിച്ച് എത്രയാണോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അളവിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് ബാഗിലേക്ക് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന കൺവെയർ വഴി ഇത് അടുത്ത ഒരു സ്റ്റിച്ചിങ് സെക്ഷനിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. ഇവിടെ ഒരു ഡബിൾ പാക്കിംഗ് സിസ്റ്റമാണ് നടക്കുന്നത്. കാരണം നമ്മളിവിടെ കണ്ട ഈ ഒരു പ്രോഡക്റ്റ് ഒരു പൗഡർ രൂപത്തിലാണ് ഉണ്ടാവുന്നത്. ഇത് ഒരു കാരണവശാലും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡബിൾ പാക്കിംഗ് സിസ്റ്റം ഇവിടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് കൃത്യമായിട്ട് ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന കൺവെയർ വഴി പുറത്തേക്ക് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇവിടുന്ന് കളക്ട് ചെയ്ത് ഒരു ഭാഗത്തേക്കായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഒരു സിംഗിൾ ലൈൻ ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെ പാരലായിട്ട് മറ്റൊരു ലൈനും കൂടി ഇവിടെ ഈ ഒരു പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഒരു സിംഗിൾ ലൈനിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡബിൾ ലൈനിൽ വെച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൽഫാകൈൻഡ് കമ്പനിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി പ്രശാന്തായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. പ്രശാന്തായിട്ട് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? നമ്മൾ 2014 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടേ ഉള്ളൂ. കേരളത്തിൽ ലോഞ്ച് ആയിട്ട് ഇപ്പോൾ 2 വർഷം. അതെ, 2 വർഷമായിട്ടേ ഉള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് മറ്റുള്ള പ്രോഡക്റ്റിന് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? നമ്മൾ ടെക്നിക്കൽ നോഹോ നമ്മൾ ചെയ്തിരിക്കുന്നത് കോസ്റ്റർ വാട്ടർ പ്രൂഫിംഗ് ജർമ്മനി എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഇപ്പോൾ അത് നിങ്ങളെ പ്രൊഡക്ഷൻ മുഴുവൻ കണ്ടിട്ടുള്ളതാണല്ലോ. ഓരോ സ്റ്റേജിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ചെക്കിങ്, പ്രോപ്പർ ചെക്കിങ് നടത്തുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ടുള്ള ലാബിൽ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അതിന് പുറമെ റാൻഡം ചെക്കിങ് നമ്മൾ ഔട്ട്സൈഡ് ലാബിൽ പോയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്ന അഡിറ്റീവ്സ്, നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി അഡിറ്റീവ്സ് മാത്രമേ നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ദീർഘകാലം നിൽക്കണം, അതിൻ്റെ ഗുണമേന്മയെ പറ്റി നിങ്ങൾക്കൊരു വിശ്വാസം വേണം. അപ്പോൾ ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മളാൽ കഴിയാവുന്ന എല്ലാ ശ്രമങ്ങളും എടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും ഈ പ്രൊഡക്റ്റിന് യാതൊരുവിധ കംപ്ലൈൻറ്റും വരാൻ സാധ്യമല്ല. ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് അല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്? നമ്മൾ ടൈൽ അഡ്ഹസീവ്സ്, എപ്പോക്സിക്ക് പുറമെ സീലൻസ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ട്, അഡ്ഹസീവ്സ്, റെമഡിയൽ എഞ്ചിനീയറിംഗ്, കോൺക്രീറ്റ് അഡ്മിനിസ്ട്രേഷൻസ്, വാട്ടർ പ്രൂഫിംഗ്. അതിന് പുറമെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഏത് കെമിക്കലും നിർമ്മിക്കാവുന്ന ഒരു സജ്ജീകരണം നമ്മുടെ ഫാക്ടറി നമ്മുടെ അടുത്തുണ്ട്. ഇത് എന്തെങ്കിലും കംപ്ലൈൻസ് വരികയാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്? ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ബാച്ചിലും നമ്മൾ സാമ്പിൾ നമ്മൾ കമ്പനിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സാമ്പിൾസ്? അതെ, സാമ്പിൾ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ കംപ്ലൈൻറ്റ് വരാനുള്ള കാരണങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് ചെയ്യായ്മ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിനുള്ള പോരായ്മകൾ ആയിരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അത്തരം കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ചെക്ക് ചെയ്തിട്ട് വേണ്ട നടപടി സ്വീകരിക്കും. ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോക്സിയിൽ എത്ര കളേഴ്സ് വരുന്നുണ്ട്? ഏകദേശം 40 കളറുണ്ട്. 40 കളറുണ്ട്. അതെ. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കളേഴ്സ് അല്ലാതെ എനിക്ക് പുതുതായിട്ട് ഒരു കളർ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ നിങ്ങൾ റെഡിയാണോ? തീർച്ചയായും തീർച്ചയായും നമുക്ക് അതിനുള്ള സജ്ജീകരണമുണ്ട്. ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ പുതിയ കളർ ഏതാണോ കസ്റ്റമർക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. 48 മണിക്കൂർ മതിയോ? 48 മണിക്കൂർ. തീർച്ചയായും. പിന്നെ കസ്റ്റമേഴ്സിന് ക്വാളിറ്റിയെ പറ്റി അങ്ങനെ ഒരു സംശയം വരേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സും നമ്മുടെ ഡാറ്റ ഷീറ്റും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് അതിന് ഡൗൺലോഡ് ചെയ്യാം. ഇത്രയാണ് ആൽഫാകൈൻഡ് കൺസ്ട്രക്ഷൻ കെമിക്കൽസിന്റെ വിശേഷങ്ങൾ. ഒരു ഭാഗത്തേക്ക് നമ്മൾ സാൻഡ് കൊടുക്കുന്നുണ്ടോ അല്ലെ സിമെന്റ് കൊടുക്കുന്നുണ്ടോ അല്ലേ, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പ്രോസസ് ഒക്കെ കഴിഞ്ഞ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ബാഗിലേക്ക് പാക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ടൈലൊട്ടിക്കാൻ, അത് ഇന്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ, വെയിൽ കൊള്ളുന്നിടത്തും ഉള്ളിലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതേപോലെ ടൈലിന്റെ മുകളിൽ തന്നെ നമുക്ക് ടൈൽ ഒട്ടിക്കാനുള്ള ഒരു സിസ്റ്റം, പൂളിൽ നമുക്ക് ടൈല് ചെയ്യാനുള്ള എല്ലാത്തിനും പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആൽഫാകൈൻഡ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ടൈലുകൾ ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എപ്പോക്സി ടൈൽ ഗ്രൗട്ടും ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കമ്പനി. ഇതിനു വേണ്ടിയിട്ടുള്ള ടൈലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകളും ഇന്ന് ആൽഫാകൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാഴ്ചകൾ നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, bye.